ഹായ് സുഹൃത്തുക്കളെ, നമുക്കിന്ന് ഒരു എളുപ്പ രീതിയിൽ, അതായത് ഒരു സിമ്പിൾ മെത്തേഡിൽ എങ്ങനെ ബീഫ് അച്ചാർ ഉണ്ടാക്കാം എന്നതിനെ പറ്റി നോക്കാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ചെറിയ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആ ബീഫ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞുറുക്കിയിട്ട് അതിനകത്ത് ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുക്കറിനകത്ത് വെച്ചിട്ട് 1 വിസിലടിച്ച് വേവിച്ച് ഊറ്റി, എന്നിട്ട് അത് ഫ്രൈ ചെയ്ത് അപ്പം ഞാനത് എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള രീതിയിൽ ഞാനത് വറുത്തെടുത്തിട്ടുണ്ട്. ഒന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. നല്ലെണ്ണയിലാകുമ്പോൾ അത് ടേസ്റ്റ് കൊണ്ട് കുറച്ച് കൂടുതൽ നാൾ ഇരിക്കുകയും ചെയ്യും, പെട്ടെന്ന് കേടാവില്ല. പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ നല്ലെണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണ മതി, ഇത്രയും മതി. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്കൊരു 1/2 സ്പൂൺ കടുകിടാം. കടുകിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി അനുകാരികൾ ഇടാവുള്ളൂ. അത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളി, കരിവേപ്പില, ഇഞ്ചി, ഇച്ചിരി പച്ചമുളക് അരിഞ്ഞതും. അപ്പം നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ഇഞ്ചി നോക്കുക. അതിനുശേഷം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത് കൂടെ നോക്കുക. പിന്നെ പച്ചമുളക്, കരിവേപ്പില. ഇതിപ്പോൾ കുറച്ചു നേരം ഒന്ന് വഴറ്റണം. അപ്പം നമ്മുടെ അനുകാരി എല്ലാം ഏകദേശം ഉപ്പിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഒത്തിരി ഉപ്പ് ആദ്യം ഇടല്ലേ, കുറച്ച് ഉപ്പിടുക. കാരണം ഉപ്പ് വേണേൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് അതിനാവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി പിന്നീട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇടുക ആദ്യം. ഈ കുറച്ച് സിമ്മാക്കി വെക്കുക, കാരണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു വന്നതാണ് നമ്മൾ ഈ പൊടിയൊക്കെ ഇടുമ്പോൾ. അതിനുശേഷം കുറച്ച് മുളക് പൊടി 1 സ്പൂൺ, ഒരു കുറച്ചുകൂടി ആവാം, സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് ചെറുതായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണം, ഉപ്പുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയേക്കണം. ഉപ്പ് അപ്പോൾ എല്ലാം ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വയ്യെ ഇറച്ചി അങ്ങോട്ട് ഇടാം കേട്ടോ. ഇറച്ചിയിട്ട് നന്നായിട്ട് ഇറച്ചി ഇളക്കി അതൊന്ന് ശ്രദ്ധിക്കണം. അതിൽ ഇളക്കിലാണ് കാര്യം. അപ്പം ഒരു നന്നായിട്ട് ഇളക്കി നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചൊന്ന് ഒഴിക്കണം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണേ. കുറച്ച് വിനാഗിരി അതിനകത്തേക്ക് നമ്മൾ ഒഴിക്കണം. വിനാഗിരി ഒഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, ഒത്തിരി അങ്ങോട്ട് കുറഞ്ഞ് ഒഴിക്കല്ലേ. നമ്മൾ ആവശ്യത്തിന് പിന്നെ നമുക്ക് ചേർക്കല്ലോ, അച്ചാറല്ലേ, പെട്ടെന്ന് ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി. അപ്പം ഏകദേശം തിളച്ച് വരുന്നു. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞില്ലായിരുന്നു ഉപ്പിൻ്റെ കാര്യം. ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ നോക്കുക. ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു പൊടിക്ക് കായം ചേർക്കുന്നതല്ല. എപ്പോഴും അച്ചാറിനൊക്കെ നമ്മൾ കായം ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇച്ചിരി കൂടും. അപ്പോൾ ഞാൻ കുറച്ച് മതി കായം കൂടെ ചേർക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി തീ സിമ്മിലായിരിക്കണം കേട്ടോ, ഒത്തിരി കൂട്ടി വെക്കരുത്. അപ്പം എല്ലാം ഏകദേശം പാകമായിട്ടുണ്ട്. ഞാൻ ഈ ഓഫ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ അച്ചാർ ഏകദേശം എല്ലാം റെഡിയായി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിയായിട്ടുണ്ട്, സൂപ്പറാ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സഹധർമ്മിക്ക് ഇച്ചിരി കൊടുത്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ശരി എന്നാ. അപ്പം എല്ലാവർക്കും അച്ചാർ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണും. സീ യു സൂൺ.